എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ സാറട അവൾ എന്തോ ചൂണ്ടിക്കാണിക്കും. ബൊറൂട്ടോ അത് അവിടെ ഉണ്ട്. ചാടി പോവാണെങ്കിൽ അതിനെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാം. ബൊറൂട്ടോ എടുത്തു ചാടി അതിനെ പിടിക്കാനായിട്ട് പോവും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അതിനെ കിട്ടില്ല. അവ മീറ്റ്സിയോട് പറയും, കമോൺ കമോൺ, അതിപ്പോ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മീറ്റ്സിക എടുത്തു ചാടി അവന്റെ കൈ അതങ്ങനെ നീട്ടി ഇപ്പൊ ഒരു പൂച്ചയെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. ആക്ച്വലി ഇത് നമ്മുടെ ചെക്കന്മാർക്ക് കിട്ടിയ പുതിയൊരു മിഷനാണ്, പൂച്ചയെ പിടിക്കുക എന്നത്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഈ ഒരു മിഷൻ അതൊട്ടും ഇഷ്ടാവില്ല. നമ്മളെപ്പോലെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഷിനോബികൾക്ക് തരാൻ പറ്റിയ മിഷനാണോ ഇത്? അവരാ പൂച്ച ഇപ്പോ സേഫ് ആയിട്ട് അതിന്റെ ഓണറിന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ആ ലേഡി പറയും, താങ്ക് യു സോ മച്ച്. എന്റെ പൂച്ച അത് ഒരുപാട് തവണ ഇങ്ങനെ പോയിട്ടുണ്ട്. നിങ്ങൾ കാരണമാണ് ഇപ്പൊ എനിക്ക് തിരികെ കിട്ടിയത്. ഉടനെ സാറട പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇനി ഇതിനെ നഷ്ടപ്പെട്ട ഞങ്ങൾ തന്നെ ഇതിനെ തിരികെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം അവൾ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആക്ച്വലി സ്റ്റുഡൻസ് ആണ്. സോ എല്ലാ തരത്തിലുള്ള മിഷൻസ് അത് ചെയ്യാനും നമ്മൾ വില്ലിങ് ആയിരിക്കണം. അതിന് മീറ്റ്സുകയും ഇപ്പൊ സാറടെ സപ്പോർട്ട് ചെയ്യും. അതെ, സാറട പറഞ്ഞത് കറക്റ്റ് ആണ്. ഉടനെ ബൊറൂട്ടോ അവൻ ടെൻഷനായിട്ട് പറയും, ഞാൻ എത്രയും പെട്ടെന്ന് മിഷൻ ഓർഗനൈസിംഗ് അതോറിറ്റിയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് കുറച്ചുകൂടെ നല്ല മിഷൻസ് തരാൻ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ അവിടേക്ക് വരും. ഉടനെ അതോറിറ്റിയിലെ ഒരു ലേഡി അവൾ പറയും, ഐ എം സോറി, എനിക്കിതിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ മാസ്റ്റർ പറയുന്ന അനുസരിച്ചാണ് ഞങ്ങൾ ഓരോ മിഷനും നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നത്. അവരത് പറയുമ്പോഴേക്കും ഇപ്പൊ കൊനഹമാരു അവൻ അവിടേക്ക് എത്തും. കൊനഹമാരു ബൊറൂട്ടോടെ കൈ പിടിച്ച് പറയും, നീ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. മിഷൻ എന്ന് പറഞ്ഞ ഇത് ഫൈറ്റ് മാത്രമല്ല, ഗ്രാമത്തിന് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അതൊക്കെ തന്നെ മിഷൻ തന്നെയാണ്. നീ നിന്റെ ഫ്രണ്ട്സുകളെ ഒന്നും കാണുന്നില്ലേ? അവർ ചെയ്യുന്നതും അതുപോലുള്ള മിഷൻ തന്നെയാണ്. പണ്ടായിരുന്നു നീ ആഗ്രഹിക്കും പോലെ ഫൈറ്റും വളരെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള മിഷൻസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഗ്രാമങ്ങളെല്ലാം തന്നെ ശാന്തമാണ്. ഇവിടെ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. സോ നിങ്ങൾക്ക് സമാധാനമായിട്ട് നല്ലൊരു അന്തരീക്ഷത്തില് ട്രെയിനിങ് എടുക്കാനും മിഷന് പോകാനും ഇപ്പൊ സാധിക്കും. അത് ദയവ് ചെയ്ത് കറക്റ്റായിട്ട് നീ യൂട്ടിലൈസ് ചെയ്യുക. അത് കേട്ട് ബൊറൂട്ടോ അവൻ സാഡായി മീറ്റ്സുകയും കൂട്ടി ടൗണിലേക്ക് വരും. അപ്പോഴായിരിക്കും അവനൊരു ന്യൂസ് കാണാം. ഗ്രാമത്തിലേക്ക് കടന്നുകൂടിയ രണ്ട് വില്ലന്മാരെ, അവരെ റോക്ലിയും കിബയും അവർ രണ്ടുപേരും ചേർന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു. മെറ്റല്ലി ആണെങ്കിൽ അവന്റെ പപ്പയെ കണ്ട് ഇപ്പൊ ഷോക്കാവും. അവൻ പറയും, എന്റെ പപ്പ ആൾ അത്രയും പവർഫുൾ ആണ്. ഉടനെ ബൊറൂട്ടോയും മീറ്റ്സുകയും അവർ രണ്ടുപേരും പരസ്പരം പറയും, ആക്ച്വലി ഗ്രാമത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിഷൻസ് അത് മുഴുവൻ ഈ ജോനിയൻസ് ആണ് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള മിഷൻസ് മാത്രം തരുന്നു. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മളെല്ലാവരും വെറും യൂസ്ലെസ്സുകളായി മാറും. ഉടനെ ബൊറൂട്ടോ അവൻ ദൂരത്തായിട്ട് കാഗേമാസ് ഗെയിമിന്റെ പരസ്യം കാണിച്ചു കൊടുക്കും. വാവ്, ഈ ഗെയിം ഇത് റിലീസായോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഒരുപാട് കളിക്കുമായിരുന്നു. പലതവണയും ഞാനിത് കളിക്കുന്നത് കണ്ട് അമ്മ എന്നെ വഴക്കു പറഞ്ഞിട്ടുണ്ട്. ഇതുറപ്പായിട്ട് ഞാൻ വാങ്ങുന്നു പറഞ്ഞ് അവനങ്ങനെ ആവേശത്തിൽ നിൽക്കുമ്പോഴായിരിക്കും സാറടാ അവളിപ്പോ അവിടേക്ക് ഓടിക്കതച്ചു വരിക. ബൊറൂട്ടോ, മീറ്റ്സുക, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരണം. മാസ്റ്റർ കൊനഹമാരുവിന് നിങ്ങളെ രണ്ടുപേരെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹമാണ് എന്നെ പറഞ്ഞയച്ചത്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ പോവാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ സാറട അവള് വീണ്ടും അവരെ നിർബന്ധിക്കും. എന്തോ ഒരു ബാങ്ക് റോബറിയോ ആയിട്ടാണ് നമ്മളുടെ സഹായം ഇപ്പൊ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും കളയാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പോണം. അത് കേട്ട് ബൊറൂട്ടോ അവൻ വമ്പ ഹാപ്പിയായി വില്ലന്മാരെ ഇടിച്ചു തെറിപ്പിക്കുന്നതായിട്ട് ഇമാജിനേഷനൊക്കെ ചെയ്ത് ആ ക്രൈം സൈറ്റിലേക്ക് വരും. അവരെ കാണുമ്പോൾ തന്നെ ഒരു പോലീസ് ഓഫീസർ വന്ന് അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്ത് സംസാരിക്കുകയാണ്. മീറ്റ്സുക ചോദിക്കും, പണ്ട് ഒരുപാട് വർഷക്കാലം ഉച്ചിഹ ക്ലാൻ അവരായിരുന്നു പോലീസ് ഫോഴ്സിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാം ചേഞ്ച് ആയല്ലേ? ഇതിനാ ഓഫീസർ, അതെ, ഇപ്പൊ എല്ലാം തന്നെ ചേഞ്ച് ആയിരിക്കാണ്. പക്ഷെ ഞങ്ങളും ഞങ്ങളുടെ ബെസ്റ്റ് കൊടുത്താണ് സർവീസിലിരിക്കുന്നത്. അങ്ങനെ അവർ കാര്യമായിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ആ ബാങ്കിന്റെ അകത്ത് കയറിയ കള്ളൻ അവന്റെ ബോഡി മുഴുവൻ ബോംബൊക്കെ ഫില്ല് ചെയ്ത് ഭീഷണി മുഴക്കി അങ്ങനെ നിലവിളിച്ച് കരയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ കുറച്ച് ചിരിയും വരും. ഇതാണോ റോബറി നടത്തിയ ആ ഒരു കള്ളൻ? ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു മണ്ടനാണെന്ന് പറഞ്ഞ് ബൊറൂട്ടോ അവനെ തന്നെ ശ്രദ്ധിക്കും. ആ പോലീസ് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ബാങ്കിലുള്ള എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞു. ഈ ബാങ്കിനകത്ത് അവൻ മാത്രമേ ഉള്ളൂ. സോ അവൻ പൊട്ടിത്തെറിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ഓ ഷിറ്റ്, വലിയൊരു ഫൈറ്റ് ഒക്കെ ചെയ്യാന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. വീണ്ടും ഞാൻ ചമ്മി ഐസായി പോയെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ നിൽക്കും. അതിനാ പോലീസ് പറയും, ഒരു കാരണവശാലും ആ ബോംബ് പൊട്ടാൻ പാടില്ല. കാരണം ബോംബ് പൊട്ടിയ ബാങ്കിലുള്ള ഒരുപാട് അസറ്റ്സ് അതും ഇല്ലാതാവും. അത് കേൾക്കേണ്ട താമസം
ബൊറൂട്ടോ അവനിപ്പോ ഡക്റ്റ് വഴി ആ ബാങ്കിലേക്ക് എടുത്തു ചാടി വരും. ബൊറൂട്ടോയെ കണ്ട് ആ കള്ളൻ അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. ബൊറൂട്ടോ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഡിമാൻഡ് അതെന്താണെന്ന് പറ. അവൻ അതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഉടനെ ബൊറൂട്ടോ, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, നിനക്ക് എന്നെ ഒരു ഹോസ്റ്റേജായി പിടിച്ചു വെക്കാം. അതിനുശേഷം നിനക്ക് എന്താണോ ആവശ്യം ആ ഡിമാൻഡ് ഗവൺമെന്റിനോട് ചോദിക്കാം. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ബൊറൂട്ടോയെ തന്നെ നോക്കും. അപ്പോൾ ബൊറൂട്ടോ, ഈ ബാങ്കിലാണെങ്കിൽ ഇപ്പം ആരുമില്ല, മാത്രമല്ല ഇതിലുള്ള പണം, ഗോൾഡ് അതെല്ലാം തന്നെ സേഫ് ലോക്കറിലാണ്. അതൊരു കാരണവശാലും നിങ്ങൾക്ക് തുറക്കാനായിട്ട് കഴിയില്ല. സത്യം പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിങ്ങളുടെ ശരിക്കുള്ള പേര് അതെന്താണ്? അതിനാവും പറയും, എൻ്റെ പേര് ഹാഗുറാമ. ആക്ച്വലി എനിക്ക് എൻ്റെ ലൈഫ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇത് വെറും എൻ്റെ അവസാനത്തെ ഒരു പ്രതീക്ഷ മാത്രമാണ്. 2 മാസങ്ങൾക്ക് മുൻപ് എനിക്ക് എൻ്റെ ജോലി നഷ്ടമായി. എൻ്റെ ബോസ് ഞാനൊരു കള്ളനാണെന്ന് പറഞ്ഞ് കമ്പനിയിൽ നിന്ന് എന്നെ പുറത്താക്കി. ഞാൻ ആക്ച്വലി ഗെയിമിംഗ് കമ്പനിയിൽ പ്രോഗ്രാമറായി വർക്ക് ചെയ്യുകയായിരുന്നു. എൻ്റെ ജോലി വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഞാനതെല്ലാം വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ലാസ്റ്റ് ടൈം എൻ്റെ ഓഫീസർ എനിക്കൊരു വർക്ക് തന്നു. അതിന് കറക്റ്റായിട്ട് ഷെഡ്യൂൾഡായി ഒരു ടൈമിങ്ങും. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് ആ ടൈമിങ്ങിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴേക്കും അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്താ, എൻ്റെ കൂടെ ജോലി ചെയ്തവരെല്ലാവരും ഒരുപാട് ടയർഡായാണ് ആ ജോലി ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാതെ ഗെയിമിൽ പല അപാകതകളും എടുത്തു കാണിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഇതിനെല്ലാം പ്രധാന കാരണക്കാരൻ ടീം ലീഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആളെല്ലാ കുറ്റവും എൻ്റെ തലയിലിട്ടു. സോ ഞങ്ങളുടെ MD കുറ്റം മുഴുവനായിട്ടും എന്നിൽ ആരോപിച്ച് എന്നെ ഫയർ ചെയ്തു. അങ്ങനെ എനിക്ക് ജോലിയില്ലാതെ ഞാൻ തെരുവിലായി. ബൊറൂട്ടോ ടെൻഷനായിട്ട്, ദിസ് ഈസ് അൺബിലീവബിൾ, എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. നിന്റെ വർക്കേഴ്സും MD ഒക്കെ ഇത്രയും കണ്ണിങ് ആണോ? അതിനാവും പറയും, ഒരിക്കൽ നീയും വളർന്ന് മെച്ചോർഡാവും, അപ്പം മാത്രമേ എൻ്റെ ഇഷ്യൂ അത് നിനക്ക് മനസ്സിലാവൂ. അതേസമയം സാരഡ, അവളാണെങ്കിൽ അവൻ പറഞ്ഞ സ്റ്റോറി അതെല്ലാം തന്നെ പുറത്തുനിന്ന് കേൾക്കുകയാണ്. അവൾ ആ പോലീസിനോട് ചോദിക്കും, എന്തുകൊണ്ടായിരിക്കും അവനെ എല്ലാവരും ചേർന്ന് ചീറ്റ് ചെയ്തത്? അതിന് പോലീസ് പറയും, ആക്ച്വലി 4th നിഞ്ച വാറിന് ശേഷം ഗ്രാമത്തിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഓരോ മേഖലകളിൽ വളരെയധികം സ്കില്ലുള്ളവരായി തീർന്നു. അതേസമയം ഇവിടെ അവൻ പറയും, 2 മാസമായി ഞാൻ സാലറി ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. എനിക്ക് കറക്റ്റായിട്ട് മെഡിസിൻ പോലും വാങ്ങിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന് ബൊറൂട്ടോ അവൻ ഒരുപാട് വിഷമത്തിൽ തല താഴ്ത്തി നിൽക്കും. എനിക്കും നിന്റെ കഥ കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു. നിന്റെ MD എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ 2 ഇടി ഉറപ്പായിട്ട് ഞാൻ കൊടുത്തേനെ. ഉടനെ അവൻ പറയും, അതുമാത്രമല്ല എൻ്റെ ഗെയിമിംഗ് സ്കില്ല് അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് എൻ്റെ പേടി. ആക്ച്വലി എനിക്ക് ഗെയിം പ്രോഗ്രാം ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് ഓപ്പർച്യൂണിറ്റി ഇല്ല. മാത്രമല്ല ഒരു തവണ ഒരു കമ്പനിയിൽ നിന്ന് എന്നെ റിജക്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു കമ്പനി പോലും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല. ഓക്കെ, നിന്നോട് സംസാരിച്ചതിൽ എനിക്കൊരല്പം റിലീഫ് തോന്നുന്നുണ്ട്. പക്ഷേ ഇതെൻ്റെ അവസാനത്തെ ദിവസമാണ്. ഞാൻ സ്വയം ഇല്ലാതായി ഈ ബാങ്ക് തകർത്ത് എല്ലാവർക്കും എന്നെ പ്രതിഷേധം അറിയിക്കും. അവസാനമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഗെയിം അത് ഓൾറെഡി ലോഞ്ചായി കഴിഞ്ഞു. ന്യൂസിലും അതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. സൂപ്പർ നിഞ്ച ഹീറോ 2 അതാണ് എൻ്റെ ഗെയിം. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. നീ എന്താ പറയണേ? ആ ഗെയിം അത് നീ ക്രിയേറ്റ് ചെയ്തതാണോ? അതെൻ്റെ ഫേവറേറ്റ് ഗെയിമാണ്. എനിക്ക് ഈ ഗെയിം ഒത്തിരി ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഞാൻ ഇന്ന് തന്നെ നിന്റെ ഗെയിം വാങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അത് ഞാൻ എപ്പോഴും കളിക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിലൂടെ നിനക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവും. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് അത് കേട്ട് ഷോക്കാവും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യും. അവൻ ബൊറൂട്ടോയോട് പറയും, എനിക്ക് ഈ ബോംബ് ആക്ടിവേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ജീവിക്കാൻ എന്തോ ഒരു പ്രതീക്ഷ മുൻപിൽ തെളിഞ്ഞതുപോലെ. അവൻ ക്യാഷ്വലായിട്ട് ഇപ്പൊ ആ ബോംബിലേക്ക് നോക്കും. അത് ആക്ച്വലി ഡിഫ്യൂസ് ആയിട്ടില്ല. അവൻ വീണ്ടും ആ ബട്ടണിൽ അമർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് സ്റ്റക്കാണ്. ഉടനെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അവന്റെ ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു ബോംബ് അത് മുഴുവനായിട്ട് ഡിഫ്യൂസ് ചെയ്ത് കളയും. പുറത്ത് സാറുടെയും ടീമും ആണെങ്കിൽ അകത്തെ ലൈറ്റ്നിങ് പവർ അത് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അവർ പോകാൻ റെഡി ആവുമ്പോഴേക്കും ബൊറൂട്ടോ ആണെങ്കിൽ അവനെയും ചുവന്ന് പുറത്തേക്ക് വരാണ്. ബൊറൂട്ടോ ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറയും. അതിനുശേഷം ഡെങ്കയെ വിളിച്ച് അവനോട് ചോദിക്കും, എൻ്റെ കയ്യിൽ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളുണ്ട്. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ അവനൊരു ജോലി കൊടുക്കാൻ പറ്റുമോ? അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത
ഡെങ്കിയുടെ കമ്പനിയിൽ അവന് ജോലി കൊടുക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ വളരെ സ്റ്റൈലായി ഇനി എനിക്ക് കുറച്ചു നേരം വിശ്രമിക്കണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവും. കട്ട് ചെയ്ത ആ പോലീസ് ഓഫീസർ ആളാണെങ്കിൽ ആ കൊനാമാരുവിനോട് പറയും ആക്ച്വലി ആ ബാങ്ക് റോബറി അത് മറ്റാരോ അവന് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. അവനോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അതാണ്. അപ്പ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് മാസ്ക് ഒക്കെ ഇട്ട ആരൊക്കെയോ ഗ്രാമത്തിൽ ഓടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.